വിൻസിയും ഷൈനും സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് കണ്ട്രകുള. ഇത് സിനിമയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ശ്രീകാന്ത് പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അമൽനാഥ്, സൂത്രവാക്യം സിനിമയിലുണ്ടായ മോശം അനുഭവങ്ങളാണ് വിൻസി തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ വലിയ വിവാദങ്ങളുണ്ടായി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാവ് തന്നെ രംഗത്ത് വരികയാണ്. രണ്ടുപേരും, വിൻസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കുന്നില്ല. എന്താണ് നിർമ്മാതാവ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സിജു, അല്പസമയം മുൻപാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഏറെ നിരാശയിൽ തന്നെയായിരുന്നു. കാരണം ഈ സിനിമയുടെ ഒരു തരത്തിലുമുള്ള പ്രൊമോഷൻ്റെ ഭാഗമായും വിൻസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ഒരു സഹകരണം ഉണ്ടാകുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ശ്രീകാന്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഒരു ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ സൂത്രവാക്യം എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ അവർ പ്രചരിപ്പിക്കുവാൻ വേണ്ടി, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ഒരു പോസ്റ്റർ ഈ സിനിമാ താരങ്ങളായ വിൻസി അലോഷ്യസും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ഷെയർ ചെയ്തിട്ടില്ല എന്ന കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ നിരാശയിൽ തന്നെയായിരുന്നു. ഈ സിനിമയുടെ ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും അടക്കമുള്ള സംഘം മാധ്യമങ്ങളെ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. ആ സമയത്തിൽ ഇത്തരത്തിലൊരു പരാതിയും തങ്ങൾക്ക്, അതായത് ഈ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാന പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കൂടുതൽ പരിശോധനകളിലേക്ക് അടക്കം കടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സഹകരണവും സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സഹകരണവും വിൻസിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഇല്ല എന്ന് പ്രൊഡ്യൂസറായിട്ടുള്ള ശ്രീകാന്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂത്രവാക്യം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ നിലവിൽ ഇവിടെ ഫിലിം ചേംബറിൽ യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 2 യോഗങ്ങളാണ് ഇവിടെ നടക്കുക. ഒന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേരും. അത് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ആ യോഗം നടക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ളവരൊക്കെ തന്നെയും ഈ ഫിലിം ചേംബറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി മോണിറ്ററി കമ്മിറ്റിയും ചേരും. ആ ഒരു മോണിറ്ററി കമ്മിറ്റിയിൽ പ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. 4 അംഗം ഉള്ള ഇന്റേണൽ കമ്മിറ്റിയാണ് ചേരുന്നത്. ആ ഇന്റേണൽ കമ്മിറ്റിയിൽ ഈ ഒരു പ്രശ്നം, അതായത് സിനിമാ സെറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ, അതായത് വിൻസി സൂചിപ്പിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായ പരിശോധനകൾ അടക്കം നടക്കും. ഒപ്പം തന്നെ കൂടുതൽ തെളിവുകളടക്കം ശേഖരിച്ച് അത് നിരീക്ഷിച്ചുള്ള ഒരു കമ്മിറ്റിയാകും ഇന്ന് ചേരുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ആ റിപ്പോർട്ട് മോണിറ്ററി കമ്മിറ്റിയിൽ നൽകുകയും ചെയ്യും. മോണിറ്ററി കമ്മിറ്റി ആ ഒരു റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 3 മണിയോടുകൂടി ഈ ഒരു മോണിറ്ററി കമ്മിറ്റി ആരംഭിക്കും. അതിനുശേഷം ശരി അമൽനാഥ്, ഏതായാലും ഇപ്പോൾ ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്തിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീകാന്തിന്റെ പ്രതികരണം കേട്ട ശേഷം അമൽനാഥിലേക്ക് തിരികെ വരാം. We have released Easter poster and both Vinci or Shine Chacko, no one has shared it and it's not promoting, it's not even going to even 100 or 1000 people. So this is going in very negative way. I got calls from few people saying that this film won't be taken by exhibitors and people won't come to the theatres. അമൽനാഥ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അമൽനാഥ്, നിലവിൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗവും അതിനെ തുടർന്നുണ്ടായ മോശം പെരുമാറ്റവും വിൻസി തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഒരു നിർമ്മാതാവിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ സൂത്രവാക്യം സിനിമയുടെ ഈ ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട്? നിലവിൽ ഈ ഷൂട്ടിംഗ് വൈകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ വൈകുന്നത് തന്നെ സിനിമയെ ഗുരുതരമായി ബാധിക്കില്ലേ? നിർമ്മാതാവ് അതുമായി ബന്ധപ്പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. സിജു, തീർച്ചയായും ഇത്തരത്തിൽ ഈ സിനിമാ താരങ്ങൾ വിൻസി അലോഷ്യസും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സഹകരിക്കാത്തത് വലിയ രീതിയിൽ സിനിമയെ ബാധിക്കുമെന്ന ഒരു ആശങ്ക തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വലിയ ഒരു നിരാശയും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിൽ മലയാളത്തിലെ ഒരു സിനിമ ചെയ്യുക എന്നത് വലിയ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തോടു കൂടിയാണ് സൂത്രവാക്യം എന്ന സിനിമയിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. ആ സിനിമ നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്ന് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ഒന്നും തന്നെ ഈ താരങ്ങൾ വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണം, അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റർ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല എന്ന ഒരു കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം
അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ, അതായത് മലയാള സിനിമാ മേഖലയിൽ ഇദ്ദേഹം എത്തുകയും പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്യണമെന്ന വലിയ ഒരു ആഗ്രഹവുമായാണ് ഇദ്ദേഹം ഈ ഒരു സൂത്രവാക്യം എന്ന സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ആദ്യത്തെ സിനിമയിൽ നിന്നുണ്ടായ അനുഭവം വളരെ അധികം വേദനിപ്പിക്കുന്നതാണ് എന്ന ഒരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ആ സിനിമാ ഷൂട്ടിങ്ങിന് ഇടെ ലഹരി ഉപയോഗിച്ചു എന്ന ഒരു പ്രചരണം ഉണ്ടാകുന്നു, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ളത്. അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നാണ് നിലവിൽ ശ്രീകാന്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയും ഈ ഒരു സിനിമാ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ നിസ്സഹകരണം, ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെയും തൻ്റെ സിനിമയെ വലിയ രീതിയിൽ ബാധിക്കുമോ, അതായത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന വലിയ ഒരു നിരാശ കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ നിരാശയിൽ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അല്പസമയം മുൻപ് നടത്തിയിട്ടുള്ളത്. ശരി, അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.